ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ആരംഭിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് മണിപ്പൂരിലെ തോബാലിലെ കോങ്ജോമിൽ നിന്നുമാണ് യാത്ര തുടങ്ങുന്നത്. യാത്രയിൽ പങ്കെടുക്കുന്നതിനായി പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ഘടകകക്ഷി നേതാക്കളെയും കോൺഗ്രസ് ക്ഷണിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഈ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. മണിപ്പൂരിൽ നിന്നാണ് യാത്രയുടെ ആരംഭം. പക്ഷേ നമ്മൾ സൂചിപ്പിച്ചില്ല, ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ നിർണായക യോഗം ചേർന്നിരുന്നു. ഈ യാത്രയിൽ കൂടാനായിട്ട് അണിചേരാനായി ഈ മുന്നണിയിലെ നേതാക്കളെയും മറ്റു പാർട്ടികളിലെ നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും അവരാരും ഒരു തീരുമാനം അറിയിച്ചിരുന്നില്ല. പക്ഷെ അവർ ഈ യാത്രയിൽ പങ്കെടുക്കില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം എന്ന് മനസ്സിലാകുന്നു. എന്താണ് കൂടുതലായി അറിയാൻ സാധിക്കുന്നത് ഈ യാത്രയെക്കുറിച്ചും മറ്റും? ലക്ഷ്മി, ഇന്ന് 12 മണിക്കാണ് മണിപ്പൂരിലെ തൗബാലിയിലെ ഓക്ജോങ്ങിൽ നിന്നും യാത്ര ആരംഭിക്കുന്നത്. ആദ്യത്തെ 5 ദിവസം ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ ആയിരിക്കും പര്യടനം നടക്കുക. അതേപോലെ തന്നെ 25-ാം തീയതി, ഈ മാസം 25-ന് അസമിലെ ഗുവാഹട്ടിയിൽ തെരഞ്ഞെടുപ്പ് പത്രിക സംബന്ധിച്ച പൊതുജനങ്ങളുമായി ആശയ സംവാദം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും BJP അധികാരത്തിൽ നിന്നും തുരത്തുക, ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരമൊരു യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. യാത്രയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. അതേസമയം ഈ യാത്രയിൽ പങ്കാളികളാകാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയുടെ ഓൺലൈൻ യോഗത്തിൽ മറ്റു കക്ഷികളെയും ക്ഷണിച്ചിരുന്നു. എന്നാൽ പലരും നിശ്ചയിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ മുതലെടുപ്പിന് നിന്നു കൊടുക്കണ്ട എന്നുള്ളതാണ്. അതേസമയം ഏതെങ്കിലും കക്ഷി നേതാക്കൾ ഇന്ന് ഈ യാത്രയിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്നാൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് മറ്റ് കക്ഷി നേതാക്കളാരും തന്നെ ഇതിൽ പങ്കെടുക്കില്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. കോൺഗ്രസിന് അത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമാണ്, മറ്റുള്ളവർക്ക് അത് രാഷ്ട്രീയപരമായി തിരിച്ചടിയാകുമെന്ന കണക്കുകൂട്ടലാണ് അവർക്കുള്ളത്. അതിനാൽ തന്നെ കൂടുതൽ മിക്ക കക്ഷികളും ഇതിൽ പങ്കെടുക്കില്ല എന്നുള്ള വിവരം തന്നെയാണ് ലഭ്യമാകുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി നയിക്കുന്ന 2ാമത് ജോഡോ യാത്രയാണ് ഈ മണിപ്പൂരിൽ നിന്നും ഇന്ന് ആരംഭിക്കുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇതിനോടകം തന്നെ മണിപ്പൂരിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ ഒരു മാധ്യമ സംഘത്തെ തന്നെ ഇവിടുന്ന് പ്രത്യേക വിമാനത്തിൽ മണിപ്പൂരിൽ കോൺഗ്രസ് എത്തിച്ചിട്ടുണ്ട്. ഇത് കവർ ചെയ്യുവാൻ വേണ്ടി വലിയ ഒരുക്കങ്ങളൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ തികഞ്ഞ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ ഇതിനോടകം തന്നെ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. അതിനാൽ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ കേന്ദ്ര അർദ്ധസൈനിക വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും തികഞ്ഞ സുരക്ഷയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ജോഡോ യാത്ര ഇന്ന് ആരംഭിക്കുന്നത്. നന്ദൻ, ഈ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ വീഡിയോ കോൺഫറൻസിലൂടെ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്തായാലും ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഇത് എത്രമാത്രം മാറ്റം വരുത്തും? കാരണം കോൺഗ്രസിന് അല്ലെങ്കിൽ രാഹുലിന് വ്യക്തിപരമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു യാത്ര എന്നായിരിക്കുമല്ലോ ഈ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുടെയൊക്കെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ടായിരിക്കുമല്ലോ യാത്രയിൽ അണിചേരാൻ സാധിക്കില്ല എന്നവർ അറിയിച്ചത്. എന്തു തന്നെയായാലും ഈ നേരത്തെ നടത്തിയ കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഭാരത് ജോഡോ യാത്ര നടത്തിയത് സംഘടനാപരമായി വലിയ ഊർജ്ജം നൽകിയിരിക്കുന്ന കോൺഗ്രസിന്റെ ഒരു ന്യായം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാദം, അതങ്ങനെ തന്നെയാണോ? എങ്ങനെ വിലയിരുത്താം നമുക്ക്? തീർച്ചയായിട്ടും കഴിഞ്ഞ ആദ്യ ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്നും കശ്മീർ വരെ സംഘടിപ്പിച്ചപ്പോൾ അത് കോൺഗ്രസിന് സംഘടനാപരമായി ഏറെ ഗുണം ചെയ്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ബൂത്ത് തലം മുതലുള്ള കോൺഗ്രസ് കമ്മിറ്റി അല്പം ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഈ ഒരു ജോഡോ യാത്രയ്ക്ക് ശേഷമാണെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. സ്വാഭാവികമായും 2ാം ജോഡോ യാത്ര വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആരംഭിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങളെ കൂടി കോൺഗ്രസിന്റെ ഭാഗമാക്കുക അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിനുള്ളത്. അതേസമയം അത്തരം ലക്ഷ്യങ്ങൾക്ക് തങ്ങൾ വശംവദരാകണ്ട എന്നുള്ള കാര്യമാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കുള്ളത്. അതിനാൽ തന്നെയാണ് ഇന്നലെ ഓൺലൈനായി നടന്ന യോഗത്തിൽ മറ്റു കക്ഷി നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ചെങ്കിലും അവർ പങ്കെടുക്കാൻ തയ്യാറല്ല. അവർ വിസമ്മതം പലരും നേരിട്ട് അറിയിച്ചു. എന്നാൽ ചിലർ ഇതിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനോടകം തന്നെ അവരുടെ പാർട്ടി യോഗങ്ങളൊക്കെ കൂടി തന്നെ ചേർന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ മുതലെടുപ്പിന് നിന്നുകൊടുക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ള ഒരു സൂചനകളാണ് ലഭ്യമാകുന്നത്. അതിനാൽ തന്നെ അവർ പൂർണ്ണമായും അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സാധ്യതയുണ്ട്. ചിലർ ഓൺലൈനായി ഈ ഒരു യോഗത്തിൽ ആശംസകൾ അറിയിക്കാൻ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം, ആരൊക്കെ പങ്കെടുക്കും അല്ലെങ്കിൽ ആരൊക്കെ വിട്ടുനിൽക്കും എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.